ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണിന് 6 മാസമായി. അവൾക്ക് കുറുക്ക് കുറുക്കാനുള്ള റാഗിപ്പുല്ല് അന്വേഷിച്ച് ഇറങ്ങിയതാണ് ട്ടോ ഞാൻ. അവസാനം സാധനം എന്റെ കയ്യിൽ കിട്ടി. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് കുതിർത്ത് മുളപ്പിച്ച് ഉണക്കി പൊടിച്ച് പണിയുണ്ട് ട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചത് കുന്നങ്കായയുടെ പൗഡർ ആയിരുന്നു ട്ടോ. എനിക്ക് ഇതേപോലെ കായ ഉണക്കി പൊടിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ നമ്മൾ കുറെ അന്വേഷിച്ചിട്ടും ആ കുന്നങ്കായ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ പൗഡർ തന്നെ വാങ്ങിച്ചു ട്ടോ. പിന്നെ ദേ ഈ ഒരു പനങ്കൽക്കണ്ടം കൂടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ പോയത് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫ്രണ്ടിൽ കൂടിയായിരുന്നു ട്ടോ. ഇതിന്റെ മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാണ്ട് ഞാൻ വരാറില്ല. വേറൊന്നുമല്ല, നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒരു പിടി പിടിച്ച എൻ്റെ മക്കളെ, കിടിലൻ സാധനമാണ് കേട്ടോ. അതിന്റെ കൂടെ ഒരു ചൂട് ചായയും കൂടെ ആയപ്പോ നമ്മുടെ ഈവനിങ് സ്നാക്സ് എന്തായാലും ഉഷാറായിട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോയിലോട്ടായിരുന്നു. അടുത്ത മാസം നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ജീൻസും ടോപ്പൊക്കെ നോക്കി ഇറങ്ങിയതാണ് ഞാൻ. ഈ ഒരു ഷർട്ടും ആ ഒരു ജീൻസും ഒരു നല്ല കോംബോ ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു ഫ്രോക്ക് എന്റെ കണ്ണിൽ പെട്ടത് ട്ടോ. അപ്പൊ ഇതും കൂടെ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഷർട്ട് ട്ടോ. അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കിയപ്പോ വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയതിൽ ഏതാണ് എനിക്ക് കുറച്ചും കൂടെ സ്യൂട്ട് ആയിട്ടുള്ളതെന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ട്ടോ. ബൈ.